ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചു ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ഷഹറുർ റഹ്മ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ്. ബഹുമാനികളെ, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പരിശുദ്ധ റമദാൻ എന്നുള്ള പേരിൽ ആഹാരപാനീയങ്ങളും അതുപോലെ തന്നെ എല്ലാ മനുഷ്യന് ഹാനി വരുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഉപേക്ഷിച്ചുകൊണ്ട് റമദാൻ എന്നുള്ള ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന കാലത്തിലാണ് നമ്മളുള്ളത്. അതിൽ ബഹ്റൈനിൽ റമദാൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത്. ഏഷ്യ ബഹ്റൈൻ എന്ന് പറയുന്ന TV ഒരു മാസക്കാലത്തേക്ക് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഈ പ്രോഗ്രാമിന് ഇട്ടുള്ള പേര് ഷഹറുർ റഹ്മ എന്നാണ്, കാരുണ്യത്തിൻ്റെ മാസം. കാരണം ഒരു മാസക്കാലം പരിശുദ്ധ ഖുർആനും പ്രവാചകനും ഈ മാസത്തെ കാരുണ്യത്തിൻ്റെ മാസമായിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ മാസം കാരുണ്യത്തിൻ്റെ മാസം? എല്ലാവർക്കും അറിയാം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് പരമകാരുണികൻ എന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുന്നതും അത് തന്നെയാണ് റഹ്മാൻ എന്നാണ്. എന്താണ് ഈ റഹ്മാൻ്റെ അർത്ഥം? അറബി ഭാഷയിൽ, ഖുർആൻ്റെ ഭാഷയിൽ പരമകാരുണികനെന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള വിവക്ഷ അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളിലും, വിശ്വാസിയിലും അവിശ്വാസിയിലും മനുഷ്യരിലും മൃഗങ്ങളിലും ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും അവൻ്റെ കാരുണ്യത്തെ പകർന്നുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് പടച്ചതമ്പുരാനെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആ പടച്ചതമ്പുരാൻ തന്നെ ഈ ലോകത്ത് അവൻ്റെ സന്ദേശം മനുഷ്യരെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇറക്കിയ ഒരു ഖുർആൻ എന്ന് പറയുന്ന ആ പരിശുദ്ധ പുസ്തകത്തിൽ കാരുണ്യത്തെയാണ് പഠിപ്പിക്കുന്നത്. ഖുർആനിൽ അവൻ പഠിപ്പിക്കുന്നത് ഈ ഖുർആൻ്റെ പഠനങ്ങളിൽ കൂടി ജീവിക്കുക മുഖേന മനുഷ്യൻ എങ്ങനെ കാരുണ്യം, പടച്ചതമ്പുരാൻ്റെ കാരുണ്യത്തിന് പാത്രീഭവിക്കുന്നുവെന്നും ആ മനുഷ്യൻ ഈ ലോക ജനതയ്ക്ക് എങ്ങനെ കാരുണ്യമായി മാറും എന്നുള്ളതാണ് ഈ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഖുർആനെ ഇറക്കിയത് ഈ മാസത്തിലാണ്. അതുകൊണ്ടാണ് കാരുണ്യവാനായ റബ്ബ് കാരുണ്യമായ ഖുർആനെ ഈ ലോകത്തിന് ഇറക്കിയ ഈ മാസം കാരുണ്യത്തിൻ്റെ മാസമാണെന്ന് ഖുർആനും സുന്നത്തും പഠിക്കുന്നു. അപ്പോൾ കാരുണ്യമെന്ന് പറഞ്ഞാൽ എന്താണ്, കാരുണ്യത്തിൻ്റെ വിവക്ഷ എന്താണ് എന്ന് പഠിക്കാതെ ഒരിക്കലും ഒരു വിഷയം അത് ഡിഫൈൻ ചെയ്യുന്നിടത്തോളം കാലം അത് നമുക്ക് മനസ്സിലാവുന്നതല്ല. കാരുണ്യം എന്താണ്, എങ്ങനെയാണ് കാരുണ്യം വിവക്ഷിക്കപ്പെടേണ്ടത്? ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും പരിശുദ്ധ ഖുർആൻ പടച്ചതമ്പുരാൻ മനുഷ്യനോട് എങ്ങനെ കാരുണ്യം കാണിക്കുന്നു, മനുഷ്യൻ എങ്ങനെ കാരുണ്യം കാണിച്ചുകൊണ്ട് ഈ ലോകത്ത് ഓരോ മനുഷ്യനും ഈ ലോകത്തിന് കാരുണ്യമായി മാറുന്നത് എങ്ങനാ എന്നുള്ള വിഷയങ്ങൾ ഓരോ ദിവസവും ഇതിൽ കൂടി കേൾക്കുവാൻ പടച്ചതമ്പുരാൻ തൗഫീഖിനെ തരുമാറാകട്ടെ. ഈ റമദാൻ ലോകജനതയ്ക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഷെഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചു ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ഷെഹറുർ റഹ്മ.